സിമ്പിളായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. സാധാരണ ഒരു ഇനീഷ്യൽ കമ്പ്യൂട്ടറൊന്നും അറിയാത്ത വ്യക്തികൾക്ക് പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാം. ലിനക്സിലും മാക്കിലും വിൻഡോസിലും ഒക്കെ ഒരേപോലെ വർക്ക് ചെയ്യുന്ന സിമ്പിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഷോർട്ട് കട്ടിൻ്റെ ഡൗൺലോഡ് ലിങ്ക് കൊടുക്കാം. ഫ്രീ ആണ്. ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ എൻ്റെ കഴിഞ്ഞ ചാനൽ ഷെഫീർ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിൽ ഏകദേശം 106-107 വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്തത് ഷോർട്ട് കട്ട് എന്ന് പറയുന്നുള്ള ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. അതുപോലെ ഇപ്പോൾ ഈ ചാനലിലും ഞാൻ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്യുന്നത് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ക്വാളിറ്റി ഒട്ടും ലോസ് ആവില്ല. അതുപോലെ വാട്ടർമാർക്കൊന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഷോർട്ട് കട്ട് യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആദ്യം ഞാനിത് ഷോർട്ട് കട്ട് എടുക്കുകയാണ്. നമ്മൾ ഷോർട്ട് കട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2 വിൻഡോ എടുക്കണം. ഞാൻ അത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഒരു വിൻഡോ ന്യൂ പ്രൊജക്റ്റാണ്. ന്യൂ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രൊജക്റ്റ് എവിടെ സേവ് ചെയ്യണം എന്നുള്ള പാത്ത് നമുക്കിവിടെ കൊടുക്കാം. പ്രൊജക്റ്റിൻ്റെ നെയിം കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാത്തിലോട്ടായിരിക്കും ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യുന്നത്. രണ്ടാമത്തെ വിൻഡോ എന്ന് പറഞ്ഞാൽ റീസെൻ്റായിട്ട് നമ്മൾ സേവ് ചെയ്തേക്കുന്ന പ്രൊജക്ട്സാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റ്ലി നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന പ്രൊജക്റ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എഡിറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന സേവ് ചെയ്ത് വെച്ചേക്കുന്ന പ്രൊജക്റ്റാണത്. ഈ സ്ലൈഡ് നമുക്ക് സൂമിനും സൂം ഔട്ടും ആണ്. നമ്മൾ ഈ ടോട്ടൽ പ്രൊജക്റ്റിനെ നമുക്ക് സൂം ചെയ്ത് കാണണം അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് ക്ലോസ് ചെയ്യാണ്. അതിനുശേഷം ഞാൻ പുതിയൊരു പ്രൊജക്റ്റ്, ഇങ്ങനെയായിരിക്കും നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് എടുക്കുന്ന വിൻഡോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് വീഡിയോ ക്ലിപ്പ് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ എൻ്റെ ഡൗൺലോഡ് ചെയ്യുന്നൊരു വീഡിയോ ക്ലിപ്പ് ചൂസ് ചെയ്യാണ്. ഇത് ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്ത് നമ്മൾ ഈ വിൻഡോയിലോട്ട് ഇടുക. ഇത് നമുക്ക് വ്യൂ ചെയ്യാനുള്ള വിൻഡോ ആണ്. പ്ലെയറാണത്. ഇവിടെ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത് കാണാം. അതിനുശേഷം ഈ വീഡിയോ ക്ലിപ്പ് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ലെയറിലോട്ട് ഇടുക. കണ്ടോ, ഇത് വീഡിയോ ക്ലിപ്പ് പുതിയൊരു ലെയറിലായിട്ട് അസൈൻ ചെയ്തേക്കാണത്. ഇവിടെ നമുക്ക് സൗണ്ട് ഓഫ് ചെയ്ത് വെക്കാം, ലോക്ക് ചെയ്യാം ഈ ലെയർ, പിന്നെ വിസിബിലിറ്റി ഓൺ ആൻഡ് ഓഫ് ചെയ്യാം. ചില അവസരങ്ങളിൽ നമുക്കിത് ആവശ്യമായിട്ട് വരും. കണ്ടോ, ജസ്റ്റ് ഞാനിപ്പോൾ ഇത് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കാണാം 2 ട്രാക്കാണിത്. ആദ്യത്തെ മുകളിൽ കാണുന്ന വീഡിയോ ട്രാക്കും അടിയിൽ കാണുന്ന ബാർ ഓഡിയോ ട്രാക്കുമാണ്. ഇനി ഞാൻ ഈ ടോട്ടൽ ക്ലിപ്പിനെ കട്ട് ചെയ്യാം. ഞാനിതാ ഈ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ നമ്മൾ ആ കഴ്സർ പോയിൻ്റ് ഇരിക്കുന്നത് അവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, അപ്പോൾ ഞാനിത് 3-4 പീസ് ആക്കുകയാണ്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തേക്കുന്ന ക്ലിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അസൈൻ ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം ഞാൻ ആദ്യത്തെ ഒരു ക്ലിപ്പിന് ശേഷം ഞാനിത് മറ്റൊരു ക്ലിപ്പാണ് ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നത്. ഇതാ ലാസ്റ്റ് ക്ലിപ്പ് ഞാൻ ഡ്രാഗ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരികയാണ്. ഇനി ഈ കാണുന്ന സ്പേസ് നമ്മൾ റിമൂവ് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ 2 ക്ലിപ്പും കൂടി ഒന്നായി. ഇപ്പം ഞാനിത് പ്ലേ ചെയ്യുമ്പോൾ 2 ക്ലിപ്പും അറ്റ് എ ടൈമിൽ പ്ലേ ആവും. അപ്പോൾ നമ്മൾ 2 ക്ലിപ്പും ആ ജമ്പിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തത്. നമ്മൾ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒരു ക്ലിപ്പിൽ നിന്ന് മറ്റൊരു ക്ലിപ്പ് നല്ല രസകരമായിട്ട് നമ്മളിങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് മറ്റേ ക്ലിപ്പിന് മേലിലോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വയലറ്റ് കളർ നമുക്കവിടെ കാണാം. ഇത് 2 ക്ലിപ്പും കൂടി ക്ലബ് ചെയ്യുന്നതാണത്. ഇനി നമുക്ക് ഈ ഓഡിയോ ട്രാക്ക് കട്ട് ചെയ്യാം. കണ്ട, ഡീആക്ടിവേറ്റ് ഓഡിയോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഡിയോയും വീഡിയോ ട്രാക്കും 2 ആയിട്ട് മാറും. ഇനി നമുക്ക് ഈ ഓഡിയോ ട്രാക്ക് ഞാനിവിടെ കട്ട് ചെയ്ത് കളയാണ്. ഞാൻ പുതിയൊരു മ്യൂസിക്കാണ് എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ ട്രാക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പുതിയൊരു മ്യൂസിക്
നേരത്തെ നമ്മൾ ചെയ്ത മാതിരി ഡ്രാഗ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയറിലോട്ട് നമ്മളിടുക. ഇപ്പോൾ ഓഡിയോ ട്രാക്കിലോട്ട് ഈ ഡ്രാഗ് ചെയ്തേക്കുന്ന ഓഡിയോ ലെയറിനെ കൊണ്ട് ഇടുകയാണ്. ലോക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ മുകളിലുള്ള ആ ഒരു ക്ലിപ്പ് തെറ്റിപ്പോവും. അപ്പോൾ നമ്മളിതാ ഓഡിയോ ട്രാക്ക് ഇവിടെ അസൈൻ ചെയ്തു. ഇവിടം വരെയാണ് എനിക്ക് ഓഡിയോ ട്രാക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഈ ഓഡിയോ കട്ട് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ വീഡിയോ കട്ട് ചെയ്ത മാതിരി ഓഡിയോ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ആദ്യത്തെ 2 ക്ലിപ്പിന് ഓഡിയോ ഉണ്ട്, പുതിയൊരു ഓഡിയോ മ്യൂസിക്കാണത്. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഓഡിയോ അഡീഷണലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. ഇവിടെ അൺലോക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു പർട്ടിക്കുലർ ക്ലിപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പ്ലസ് സൈൻ കാണാം. ഈ പ്ലസ് സൈൻ ആൻഡ് മൈനസ് സൈൻ വേണ്ടാത്ത ഈ എഫക്ട്സുകൾ നമുക്ക് ഒഴിവാക്കാം. പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫേവറേറ്റിൻ്റെ അകത്ത് നോർമലായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും കാണാം. മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് കളറ് മാറ്റാനും കളർ ഫെയ്ഡ് ചെയ്യാനും അതുപോലൊരു ഒരു പ്രത്യേക ഏരിയ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. കണ്ടോ, കളർ ഗ്രേഡിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കളർ അഡ്ജസ്റ്റ് ചെയ്യാം ആ ഒരു ക്ലിപ്പിൻ്റെ. ഇനി നമുക്കൊരു പുതിയൊരു ട്രാക്ക് ആഡ് ചെയ്യാൻ ഇൻസെർട്ട് ട്രാക്ക് എന്ന് പറയുന്നത് ആഡ് ചെയ്യുക. എനിക്കിപ്പോൾ ഒരു ലോഗോയാണ് എനിക്കിവിടെ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ലെയർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിലുള്ളൊരു ലോഗോ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ആ ലെയറിലോട്ട് വലിച്ചിടുക. കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ ഒരു ലോഗോ ഇവിടെ ആഡ് ചെയ്യുകയാണ്. എവിടം വരെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഫേവറേറ്റിൽ പോയി കഴിഞ്ഞാൽ ഫെയ്ഡ് ഇൻ, അതായത് സ്മൂത്തായിട്ട് ഈ ലോഗോ വിസിബിളായി വരണം എന്നുണ്ടെങ്കിൽ ഫെയ്ഡ് ഇൻ കൊടുക്കുക, അല്ലെങ്കിൽ ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗോയുടെ സൈസും ലോഗോയുടെ പൊസിഷനൊക്കെ മാറ്റാൻ പറ്റും. ആണോ, എനിക്ക് ടോപ്പ് ലെഫ്റ്റിലാണ് വേണ്ടത്. ഇപ്പം ഞാനിവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. ആണോ, ഇനി അതിൻ്റെ സ്മൂത്ത്നെസ് ഞാൻ മാറ്റുകയാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലസ് സൈനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ഇൻ ആൻഡ് വീഡിയോ ഔട്ട് ചെയ്യുക. കണ്ടോ, അഡ്ജസ്റ്റ്, നമുക്ക് ഗ്രേഡിയൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ ഫെയ്ഡ് ഔട്ട് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ സ്മൂത്തായിട്ട് നമ്മളെ ലോഗോ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും നമുക്ക് സ്മൂത്തായിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്കിവിടെ ഇത് നോർമലായിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പാത്തിലാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാത്ത് പറഞ്ഞു കൊടുക്കുക. എക്സ്പോർട്ട് ചെയ്യുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാനൊരു വീഡിയോ ഫയലാക്കി മാറ്റുകയാണ്. ഞാനിവിടെ പേര് കൊടുത്തതിന് ശേഷം MP4 ഫോർമാറ്റിലാണ് നമ്മളിവിടെ സേവ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ടോപ്പ് റൈറ്റിൽ കാണാം റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ റെൻഡറിങ് ആണ്. ഫൈനലായിട്ട് വീഡിയോ ക്ലിപ്പ് ഓഡിയോയും വീഡിയോ ഒക്കെ കൂടി മിക്സ് ചെയ്തേക്കുന്ന ഒരു ക്ലിപ്പായിട്ട് MP4 ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇവിടെ ഇങ്ങനെ പേഴ്സൻറ്റേജ് മാറിക്കൊണ്ടിരിക്കണം. എന്നാൽ ഗ്രീൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ പൂർണ്ണമായിട്ടും റെൻഡർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നമുക്കിവിടെ ഈ ക്ലിപ്പ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ട്രാക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, പുതിയ ട്രാക്ക് ആഡ് ചെയ്യാം, എല്ലാം നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതാ ഞാനിപ്പോൾ ഒരു പർട്ടിക്കുലർ ക്ലിപ്പ് സെലക്ട് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെ ഇതിപ്പോൾ കഴിഞ്ഞു, റെൻഡറിങ് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചും കൂടി അഡീഷണൽ ഓപ്ഷൻസ് നമുക്ക് നോക്കാം അതിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഈ ലെയർ ലോക്ക് ചെയ്തു, ഈ ലെയർ അൺലോക്ക് ചെയ്തു. ഞാനിവിടെ വന്നിട്ട് ഈ ലാസ്റ്റ് ക്ലിപ്പ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ സ്ലോ മോഷനിൽ വേണം അല്ലെങ്കിൽ ഫാസ്റ്റ് മോഷനിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ്സ് ഇവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് മോഷനും സ്ലോ മോഷൻസ് ഒക്കെ എടുക്കേണ്ടത്. ഞാനിപ്പോൾ പ്ലേ ചെയ്യാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടെ ഈ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ സ്ലോ മോഷൻ ആക്കിയപ്പോൾ നമുക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ മതി. നമ്മളൊന്ന് ടൈം മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ വ്യത്യാസം ഇവിടെ ക്ലിപ്പിൽ അറിയാൻ പറ്റും.
കണ്ടോ? ഡ്യൂറേഷൻ നമ്മളൊരു ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് കണ്ടോ, ഇതിപ്പോൾ ക്ലിപ്പ് വളരെ ചെറുത്, അപ്പോൾ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ ക്ലിപ്പ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഡ്യൂറേഷൻ. കണ്ടോ, ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് ഡ്യൂറേഷൻ പ്ലസ് ഓർ മൈനസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ റെൻഡർ ചെയ്തേക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട്. നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഫയലാണ് ഫൈനൽ ഔട്ട്പുട്ട്. ഇത് MP4 ഫോർമാറ്റിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഒട്ടും ക്ലാരിറ്റി ലോസ് ആവാതെ തന്നെ നമുക്ക് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിൽ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ ഫോർമാറ്റിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പായിട്ട് മാറിയിട്ടുണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളെ ഡൗട്ടുകളെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് കാണാം. അതുവരെയും ബൈ.